ഹായ്, എൻ്റെ പേര് റിജിൻ. വെൽക്കം ടു റേസ് കേരള യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് ജൂലൈ 16 ഇന്നലത്തെ കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പം അതുകൂടാതെ അതിന് ജസ്റ്റ് തൊട്ട് മുമ്പുള്ള ദിവസത്തെ ഇമ്പോർട്ടന്റ് നമ്മൾ ഓൾറെഡി ചെയ്ത വീഡിയോസിന്റെ ക്വിസ് നമ്മൾ നോക്കുന്നുണ്ട്. സോ ഇതിന് മുമ്പുള്ള വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ചെന്ന് അവിടുന്ന് ആ വീഡിയോസ് എല്ലാം കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഡെഫിനറ്റ്ലി സബ്സ്ക്രൈബ് ചെയ്യുക. ബിക്കോസ് നമ്മുടെ എല്ലാ പ്രോഗ്രാംസും കറണ്ട് അഫയേഴ്സിന്റെ അപ്ഡേറ്റ്സും ഷോർട്ട് കട്ട് വീഡിയോസും എല്ലാം നമ്മുടെ യൂട്യൂബ് ചാനലിലാണ് വരുന്നത്. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ജൂലൈ 16 കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ഇന്ത്യയിലെ ഫസ്റ്റ് കേബിൾ സ്റ്റേഡ് റെയിൽവേ ബ്രിഡ്ജ് എവിടാണ് വരാൻ പോകുന്നത്, ഏത് സ്റ്റേറ്റിലാണ് വരാൻ പോകുന്നത്, എന്താണ് ആ ഒരു ബ്രിഡ്ജിന്റെ നെയിം എന്ന് പറയുന്നത്, ഏത് റെയിൽവേ സോണിന്റെ അണ്ടറിലാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഫസ്റ്റ് കേബിൾ സ്റ്റേഡ് റെയിൽവേ ബ്രിഡ്ജ്. അപ്പൊ ഈ ഒരു സംഭവം വരാൻ പോകുന്നത് നമ്മുടെ ജമ്മു ആൻഡ് കാശ്മീരിലാണ് ഈ ഒരു സംഭവം വരാൻ പോകുന്നത്. ജമ്മു ആൻഡ് കാശ്മീരിലെ കാത്ര ആൻഡ് റേസി സ്ഥലങ്ങളെ തമ്മിലാണ് ഈ ഒരു റെയിൽവേ ബ്രിഡ്ജ് കണക്ട് ചെയ്യാൻ പോകുന്നത്. കാത്ര ആൻഡ് റേസി ഇൻ ജമ്മു ആൻഡ് കാശ്മീർ, ഈ രണ്ട് സ്ഥലങ്ങളെയാണ് ജമ്മു ആൻഡ് കാശ്മീരിൽ ഈ രണ്ട് സ്ഥലങ്ങളെയാണ് കണക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇതിന്റെ ഈ ഒരു ബ്രിഡ്ജിന്റെ പേര് എന്ന് പറയുന്നത് അഞ്ചി ഖാൻ ബ്രിഡ്ജ് എന്നാണ്. ഈ ഒരു ബ്രിഡ്ജിന്റെ പേര് എന്ന് പറയുന്നത് അഞ്ചി ഖാൻ ബ്രിഡ്ജ് എന്നാണ് ഈ ഒരു ബ്രിഡ്ജിന്റെ പേര്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇനി കൂടുതൽ, ഈ ബ്രിഡ്ജിനെ കുറിച്ച്, ഈ ഒരു പ്രൊജക്ടിനെ കുറിച്ച് കൂടുതൽ പറയുമെങ്കിൽ ഈ ഒരു പ്രൊജക്ട് എന്ന് പറയുന്നത് നമ്മുടെ കൊൻകൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ അണ്ടറിലാണ് വരുന്നത്. കൊൻകൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ അണ്ടറിലാണ് ഈ ഒരു പ്രോജക്റ്റ് വരുന്നത്. ആൻഡ് ഈ ഒരു റെയിൽവേ പ്രോജക്റ്റ് എന്ന് പറയുന്നത് ശരിക്കും USBRL പ്രോജക്റ്റ് ആണ്. USBRL പ്രോജക്റ്റിന്റെ ഒരു ഭാഗമാണ് ഈ ഒരു ബ്രിഡ്ജ് എന്ന് പറയുന്നത്. അതിന്റെ ഒരു ഫുൾ ഫോം എന്ന് പറയുന്നത് ഉധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽ ലിങ്ക് പ്രോജക്ട്. ഇതാണ് അതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്, ഉധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽ ലിങ്ക് പ്രോജക്ട്. അപ്പൊ ഈ ഒരു പ്രോജക്റ്റ് അണ്ടറിലാണ്, അല്ലെങ്കിൽ ഈ ഒരു പ്രോജക്റ്റിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ബ്രിഡ്ജ് വരുന്നത്. അപ്പൊ ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ പോയിന്റ്സ് ഉണ്ട്. അപ്പം ആ എല്ലാ പോയിന്റ്സും ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ആ പോയിന്റ്സ് എല്ലാം നല്ലപോലെ നോക്കുക. ഇനി ആ ഒരു അവസാനം പറഞ്ഞ പ്രോജക്റ്റ് USBRL പ്രോജക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു പ്രോജക്റ്റിന്റെ അണ്ടറിൽ ഒരു ബ്രിഡ്ജിന്റെ കൺസ്ട്രക്ഷൻ ഇപ്പോൾ നടക്കുന്നുണ്ട്. ആ ഒരു ബ്രിഡ്ജിന്റെ കൺസ്ട്രക്ഷൻ നടക്കുന്നതെന്ന് പറയുന്നത് ചിന്നബ് റിവറിലാണ് ആ ഒരു ബ്രിഡ്ജിന്റെ കൺസ്ട്രക്ഷൻ നടക്കുന്നത്. അപ്പൊ ആ ഒരു ബ്രിഡ്ജിന്റെ പേര് എന്ന് പറയുന്നത് ചിന്നബ് റിവർ ബ്രിഡ്ജ് എന്നാണ് ഇപ്പൊ അതിന്റെ പേര് എന്ന് പറയുന്നത്. മേ ബി ഫ്യൂച്ചറിൽ ആ പേര് ചേഞ്ച് ആകാം. അപ്പം ചിന്നബ് റിവർ ബ്രിഡ്ജ്. അപ്പം ആ ഒരു ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഈ ഒരു പ്രൊജക്ടിനുണ്ടല്ല. ആ ഒരു ബ്രിഡ്ജിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്, ആ ഒരു ബ്രിഡ്ജ് ഇപ്പൊ അണ്ടർ കൺസ്ട്രക്ഷനിലാണ്. ആ ഒരു ബ്രിഡ്ജ് കൺസ്ട്രക്ട് ആയി കഴിഞ്ഞാൽ നമ്മുടെ വേൾഡിലെ ഹയസ്റ്റ് റെയിൽവേ ബ്രിഡ്ജ് ആയിരിക്കും ആ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ചിന്നബ് റിവർ ബ്രിഡ്ജ് എന്ന് പറയുന്നത് നമ്മുടെ വേൾഡിലെ ഹയസ്റ്റ് റെയിൽവേ ബ്രിഡ്ജ് ആയിരിക്കും ആ ഒരു ബ്രിഡ്ജ്. ആൻഡ് ആ ഒരു ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ USBRL പ്രൊജക്ടിന്റെ അണ്ടറിലാണ് വരുന്നത്. നെക്സ്റ്റ്, പോബ റിസർവ് ഫോറസ്റ്റ്. ഇത് ഏത് സ്റ്റേറ്റിലാണ്? പോബ റിസർവ് ഫോറസ്റ്റ് ഇത് ഏത് സ്റ്റേറ്റിലാണ്? ഈ ഒരു റിസർവ് ഫോറസ്റ്റിന്റെ ഇമ്പോർട്ടൻസ് എന്താന്ന് പറഞ്ഞാൽ, ഇപ്പൊ ന്യൂസിൽ വരാൻ കാണണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റിസർവ് ഫോറസ്റ്റിനെ ഇപ്പം വൈൽഡ് ലൈഫ് സെഞ്ചുറി ആയിട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പം പോബ റിസർവ് ഫോറസ്റ്റ് ഇനി അപ്ഗ്രേഡ് ആയി കഴിയുമ്പോൾ പോബ വൈൽഡ് ലൈഫ് സെഞ്ചുറി ആയിട്ട് മാറാൻ പോകുകയാണ്. അപ്പൊ ഏത് സ്റ്റേറ്റിലാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്? സോ ഇതെന്ന് പറയുന്നത് ആസാമിലാണ്. ആസാമിലെ ധേമാജി എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിലാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പൊ എക്സാമിൽ ചോദിക്കാൻ പോകുന്നത് ഏത് സ്റ്റേറ്റ് ആണ് എന്നായിരിക്കും എക്സാമിൽ ചോദിക്കാൻ പോകുന്നത്. സോ ആസാമിലാണ്. നെക്സ്റ്റ്, ഓക്കെ, ഏത് ഇയറിനെയാണ് ഇന്റർനാഷണൽ ഇയർ ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ ആയിട്ട് ഒബ്സർവ് ചെയ്യാൻ പോകുന്നത്? ഇനി തൊട്ട് ഇന്റർനാഷണൽ ഇയർ ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ ആയിട്ട് ഏത് ഇയറിനെയാണ് ഡിക്ലെയർ ചെയ്തത്, അല്ലെങ്കിൽ ഡിക്ലെയർ ചെയ്യാൻ പോകുന്നത്? ഈ ഒരു സംഭവം ആക്ച്വലി ഓൾറെഡി ഡിക്ലെയർ ചെയ്തതാണ്. 2019 ഈ ഒരു സംഭവം ഓൾറെഡി ഡിക്ലെയർ ചെയ്തത് യുണൈറ്റഡ് നേഷൻ ജനറൽ അസംബ്ലി വെച്ച്. അപ്പം ഇപ്പം അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം, ഒരു ഈവന്റ് റീസെന്റ് ഹോസ്റ്റ് ചെയ്തു. അപ്പം ആ ഈവന്റ് ഹോസ്റ്റ് ചെയ്തതെന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയും ചില്ലി എന്ന് പറയുന്ന കൺട്രിയും, അത് ചില്ലി എന്ന് പറയുന്നത് ഒരു അമേരിക്കൻ കൺട്രിയാണ്, ചില്ലിയും അതിന്റെ കൂടെ ചേർന്ന് നമ്മുടെ യുണൈറ്റഡ് നേഷൻ FAO ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ, ഇവര് 3 പേരും കൂടി ചേർന്നിട്ടാണ് ഈ ഒരു ഈവന്റ് കോ ഹോസ്റ്റ് ചെയ്തത്. അപ്പം ആ ഒരു ഈവന്റിന്റെ പേര് എന്ന് പറയുന്നത് ഓൺ ദി റോഡ് ടു ദി ഇന്റർനാഷണൽ ഇയർ ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. അപ്പം ഓൺ ദി റോഡ് എന്ന് പറയുമ്പോൾ ഇനി വരാൻ പോകുന്ന ഇയർ, അപ്പം 2021 നമ്മളുടെ ഇന്റർനാഷണൽ ഇയർ ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ ആയിട്ട് നമ്മൾ ഓൾറെഡി ഡിക്ലെയർ ചെയ്തത് ആൻഡ് നമ്മൾ ഒബ്സർവ് ചെയ്യാൻ പോകുന്നത്.
അപ്പൊ ഇന്റർനാഷണൽ ഇയർ ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് എന്ന് പറയുന്നത് 2021 ആണ്. അപ്പൊ ഈ ഒരു ഇവന്റ് കോ-ഹോസ്റ്റ് ചെയ്തത് ഇന്ത്യ, ചിലി ആൻഡ് ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ FAO കൂടി ചേർന്നിട്ടാണ് ഈ ഒരു ഇവന്റ് കോ-ഹോസ്റ്റ് ചെയ്തത്. നെക്സ്റ്റ് ഓക്കെ, നമ്മുടെ AAI എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ഏത് കമ്പനിയുടെ കൂടെ ചേർന്നിട്ടാണ് നമ്മുടെ സിവിൽ ഏവിയേഷൻ ഇൻഡസ്ട്രിയെ ബൂസ്റ്റ് ചെയ്യാൻ, അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു MOU സൈൻ ചെയ്തത്? അപ്പം നമ്മളുടെ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ഈ ഒരു നമ്മുടെ സിവിൽ ഏവിയേഷൻ ഇൻഡസ്ട്രിയെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി, അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി BEL ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിന്റെ കൂടെ ചേർന്നാണ് ഇപ്പൊ റീസെന്റ് MOU സൈൻ ചെയ്തത്. നെക്സ്റ്റ് USIBC ഗ്ലോബൽ ലീഡർഷിപ്പ് അവാർഡ് 2020. അപ്പൊ USIBC യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇന്ത്യ ബിസിനസ് കൗൺസിൽ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇന്ത്യ ബിസിനസ് കൗൺസിൽ, അപ്പം അതിന്റെ ഗ്ലോബൽ ലീഡർഷിപ്പ് അവാർഡ് 2020 ആർക്കൊക്കെയാണ് ലഭിച്ചത്? അപ്പൊ ആ ഒരു അവാർഡ് ലഭിച്ചത് 2 പേർക്കാണ്. ആ ഒരു അവാർഡ് ലഭിച്ചതെന്ന് പറയുന്നത് നമ്മുടെ ടാറ്റ ഗ്രൂപ്പിന്റെ ചെയർമാൻ നട്ടരാജൻ ചന്ദ്രശേഖരനും, അതേപോലെ തന്നെ ലോക്ഹീഡ്സ് പ്രസിഡന്റ് ജിം ടേക്ലെറ്റിനാണ് ഈ ഒരു അവാർഡ് ലഭിച്ചത്. അപ്പൊ ഈ 2 പേർക്കാണ് ഈ വട്ടത്തെ USIBC ഗ്ലോബൽ ലീഡർഷിപ്പ് അവാർഡ് 2020 ലഭിച്ചത്. നെക്സ്റ്റ് ഓക്കെ, അപ്പം നമ്മള് 2 ദിവസം മുമ്പുള്ള ഒരു കറണ്ട് അഫയേഴ്സിൽ വീഡിയോയിൽ കണ്ടായിരുന്നു നമ്മളുടെ മുകേഷ് അംബാനി റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിന്റെ ചെയർമാൻ വേൾഡിലെ 6th റിച്ചസ്റ്റ് മാൻ ആയി എന്നുള്ളത്. അപ്പം അതിന് കുറച്ച് ദിവസം മുമ്പ്, ലൈക്ക് ലാസ്റ്റ് മന്ത് ഒരു ലാസ്റ്റ് ഒക്കെ ആയപ്പോഴത്തേനുള്ള കറണ്ട് അഫയേഴ്സിൽ ഒരു അറൌണ്ട് ഒരു 25 ആ ഒരു സമയത്തൊക്കെ ആയ കറണ്ട് അഫയേഴ്സിൽ നമ്മൾ കണ്ടായിരുന്നു മുകേഷ് അംബാനി വേൾഡിലെ 9th റിച്ചസ്റ്റ് മാൻ ആയിരുന്നു. അപ്പൊ 3 ദിവസം മുമ്പ് അത് 6th ആയി. അപ്പൊ ഇപ്പൊ 3 ദിവസക്ക് ശേഷം ഇപ്പം നമ്മളുടെ മുകേഷ് അംബാനി എന്ന് പറയുന്നത് റാങ്ക് 5th വന്നു. അപ്പം എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ എക്സാം നടക്കുന്നതിന് തൊട്ട് മുമ്പ്, ലൈക്ക് ഇതിപ്പം വളരെ ഫാസ്റ്റ് ആയിട്ടാണ് ഈ ഒരു റാങ്കിൽ മുകേഷ് അംബാനി മേളിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. സോ നമ്മുടെ എക്സാം നടക്കുന്നതിന് തൊട്ട് മുമ്പ് നമ്മുടെ മുകേഷ് അംബാനിയുടെ വേൾഡ് റിച്ചസ്റ്റ് പേഴ്സണിൽ റാങ്ക് എത്ര എന്നുള്ളത് നോക്കിയിട്ട് പോകുക. ആൻഡ് അത് ഏത് ഓർഗനൈസേഷനാണ് ആ റിപ്പോർട്ട് കൊണ്ടുവരുന്നത് എന്നുള്ളതും നോക്കിയിട്ട് പോകുക. അപ്പോൾ ഇപ്പോ നമ്മുടെ മുകേഷ് അംബാനിയുടെ റാങ്ക് എന്ന് പറയുന്നത് 5th ആണ്. 5th വേൾഡ് റിച്ചസ്റ്റ് മാൻ ആണ് മുകേഷ് അംബാനി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ADB ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക്. ഈ ഒരു ബാങ്കിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ഫിലിപ്പീൻസിലാണ്. അപ്പം നമ്മൾ ഇതിന് മുമ്പ് ഒരുപാട് ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ഫിലിപ്പീൻസിലാണ്. അപ്പം അതിന്റെ വൈസ് പ്രസിഡന്റ് ആയിട്ട് ആരെയാണ് അപ്പോയിന്റ് ചെയ്യാൻ പോകുന്നത്? അപ്പൊ അതിന്റെ ഒരു വൈസ് പ്രസിഡന്റ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യാൻ പോകുന്നത് അശോക് ലവാസ എന്ന് പറയുന്ന ആളെയാണ്. അശോക് ലവാസ എന്ന് പറയുന്നത് നമ്മളുടെ ഇന്ത്യയുടെ ഇലക്ഷൻ കമ്മീഷണർ കൂടിയാണ്. അപ്പൊ നമ്മുടെ ഇന്ത്യയുടെ ഇലക്ഷൻ കമ്മീഷണർ കൂടിയായ അശോക് ലവാസയാണ് ADB ബാങ്കിന്റെ വൈസ് പ്രസിഡന്റ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം വൈസ് പ്രസിഡന്റ് ഫോർ പ്രൈവറ്റ് സെക്ടർ ഓപ്പറേഷൻസ് ആൻഡ് പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ്, ഇതിന്റെ ഒരു വൈസ് പ്രസിഡന്റ് ആയിട്ടാണ് അപ്പോയിന്റ് ചെയ്യുന്നത്. അപ്പോ അപ്പോയിന്റ് ചെയ്യുന്ന ആളുടെ പേര് എന്ന് പറയുന്നത് അശോക് ലവാസ, ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ ആണ്. ഇനി ഒരു ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു പോസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം വൺ ഓഫ് ദി ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ എന്നാണ് അവിടെ പറഞ്ഞേക്കുന്നത്. അപ്പം ശരിക്കും നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിൽ അല്ലെങ്കിൽ സെൻട്രലിൽ എത്ര ഇലക്ഷൻ കമ്മീഷണേഴ്സ് ഉണ്ട്? അപ്പം നമ്മുടെ സെൻട്രലിൽ 3 ഇലക്ഷൻ കമ്മീഷണേഴ്സ് ആണ് ഉള്ളത്. സെൻട്രലിൽ മാത്രമല്ല, നമ്മുടെ സ്റ്റേറ്റിൽ വരുമ്പോൾ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണേഴ്സും 3 പേരാണ് ഉള്ളത്. അപ്പം 3 പേര് എന്ന് പറയുമ്പോൾ ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറും അതിന്റെ അടിയിൽ എന്ന് പറയാൻ പറ്റത്തില്ല, ആ ഒരു സെയിം പൊസിഷൻ തന്നെയാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണറും കൂടെ 2 അഡീഷണൽ കമ്മീഷണർ കൂടിയാണ് ഉള്ളത്. അപ്പൊ മൊത്തം 3 ഇലക്ഷൻ കമ്മീഷണേഴ്സ് ആണ് ഉള്ളത്. അപ്പം എന്തുകൊണ്ടാണ് ഈ 3 ഇലക്ഷൻ കമ്മീഷണർ? ഒരാൾ പോരെ? അപ്പൊ 1989 ആണ് ഈ ഒരു 1989 വരെയും ഒരു ഇലക്ഷൻ കമ്മീഷണർ ഉള്ളായിരുന്നുള്ളൂ. 1989 ശേഷമാണ് ഈ ഒരു ഇലക്ഷൻ കമ്മീഷണർ 3 ആക്കിയത്. അപ്പൊ 3 ആക്കാൻ കാരണം എന്ന് പറയുന്നത് 1989 61st കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് വഴിയാണ് ഈ നമ്മുടെ വോട്ടിംഗ് ഏജ് എന്ന് പറയുന്നത് 21 വയസ്സിൽ നിന്ന് 18 വയസ്സായിട്ട് കുറച്ചത്. അപ്പം ഒരു 3 ഏജ് കാറ്റഗറി, ആ ഒരു ഏജിലുള്ള പോപ്പുലേഷൻ എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. നമുക്കറിയാം, ആ ഒരു 18 തൊട്ട് 21 വയസ്സിന്റെ ഇടയ്ക്കുള്ളവർ. അപ്പം
ആ ഒരു 3 ഏജ് കാറ്റഗറി അല്ലെങ്കിൽ 4 ഏജ് കാറ്റഗറി കൂടി ഇതിന്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യുകയാണ് ചെയ്തത് നമ്മുടെ വോട്ടിംഗിന്റെ അകത്തോട്ട്. അപ്പം ആ ഒരു വർക്ക് ലോഡ് എന്ന് പറയുന്നത് വളരെയധികം കൂടി. അപ്പം അത് കാരണമാണ് 1989 ഇലക്ഷൻ കമ്മീഷണേഴ്സിന്റെ കൗണ്ടും കൂട്ടിയത്. അപ്പം അതുവരെ ഉണ്ടായിരുന്ന ഒരു ഇലക്ഷൻ കമ്മീഷണർ സ്ഥലത്ത് 3 ഇലക്ഷൻ കമ്മീഷണറായിട്ട് കൗണ്ട് കൂട്ടി. അപ്പൊ ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറും 2 അഡീഷണൽ ഇലക്ഷൻ കമ്മീഷണേഴ്സുമാണ് ഇപ്പം നമ്മുടെ സെൻട്രലിലായാലും ശരി സ്റ്റേറ്റിലായാലും ശരി ഉള്ളത്. അപ്പം വോട്ടിംഗ് ഏജ് കുറച്ച് അമെന്റ്മെന്റ് എന്ന് പറയുന്നത് 61st കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് 1989 ആണ്. ഈ ഒരു അമെന്റ്മെന്റ് നമ്മുടെ പാർലമെന്റിൽ വെക്കുന്നത് 1988 വെക്കുന്നത്. പക്ഷെ അത് ആക്ട് ആയി മാറുന്നത് 1989 ഇത് ആക്ട് ആയി മാറുന്നത്. സോ എക്സാമിൽ വോട്ടിംഗ് ഏജ് കുറച്ച് ഇയർ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്ന് പറയുന്നത് 1989 ആണ്. നെക്സ്റ്റ്, ഓക്കെ, ഇപ്പം ഇന്ത്യയിലെ ഏത് എയർപോർട്ടാണ് കൺട്രീസ് ഫസ്റ്റ് ആൻഡ് ഫുള്ളി കോൺടാക്ട്ലെസ് എയർപോർട്ട് പാർക്കിംഗ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്? അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ എയർപോർട്ടാണ് ഈ ഒരു കോൺടാക്ട്ലെസ് എയർപോർട്ട് പാർക്കിംഗ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഏത് എയർപോർട്ടാണ് അതെന്ന് പറയുന്നത്? അപ്പൊ അതെന്ന് പറയുന്നത് നമ്മളുടെ GMR ഹൈദരാബാദ് ഇന്റർനാഷണൽ എയർപോർട്ടാണ് അതെന്ന് പറയുന്നത്. GMR ഹൈദരാബാദ് ഇന്റർനാഷണൽ എയർപോർട്ട് അല്ലെങ്കിൽ രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ടാണ് അതെന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു എയർപോർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ GMR ഹൈദരാബാദ് ഇന്റർനാഷണൽ എയർപോർട്ട്, ഈ ഒരു എയർപോർട്ട് എന്ന് പറയുന്നത് ഒരു ജോയിന്റ് വെഞ്ചർ ആണ്. GMR ഗ്രൂപ്പിന്റെ ഏകദേശം 63% ഷെയർസ് ആണ് ഉള്ളത്. അത് കൂടാതെ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഒരു 13% ഷെയറും നമ്മുടെ തെലങ്കാന ഗവൺമെന്റിന്റെ ഒരു 13% ഷെയറും മലേഷ്യ എയർപോർട്ട് ഹോൾഡിംഗ്സിന്റെ ഒരു 11% ഷെയർ, അങ്ങനെ ഇവര് 4 പേര് കൂടി ചേർന്നിട്ടാണ് ഈ ഒരു എയർപോർട്ട് നടത്തുന്നത്. അപ്പം ഈ ഒരു എയർപോർട്ട് എന്ന് പറയുന്ന ഒരു ജോയിന്റ് വെഞ്ചർ ആണ്. അപ്പം ഈ ഒരു എയർപോർട്ടാണ് ആദ്യമായിട്ട് നമ്മുടെ ഇന്ത്യയിൽ കോൺടാക്ട്ലെസ് എയർപോർട്ട് പാർക്കിംഗ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഓക്കെ, നമ്മളുടെ ഒരു ഇന്ത്യൻ ടീനേജർ, UAE-യിലുള്ള ഒരു ഇന്ത്യൻ ടീനേജറിന് റീസെന്റ് ഒരു അവാർഡ് ഗിന്നസ് വേൾഡ് റെക്കോർഡ് ബുക്കില് ഇൻക്ലൂഡ് ചെയ്തു. അപ്പൊ ആ ഒരു ഇൻക്ലൂഡ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ആ റെക്കോർഡ് കാറ്റഗറി എന്ന് പറയുന്നത് 1 lakh ഹോപ്സ് ഓവർ എ റൂളർ എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് ആ ഒരു വേൾഡ് റെക്കോർഡ് ഉണ്ടാക്കിയത്. സോ ആ ആളുടെ പേര് എന്ന് പറയുന്നത് സോഹം മുഖർജി എന്നാണ് ആളുടെ പേര്, സോഹം മുഖർജി. നെക്സ്റ്റ്, ഏഷ്യ കപ്പ് ടൂർണമെന്റ് 2020 ഈ ഒരു സംഭവം റീസെന്റ് പോസ്റ്റ്പോൺ ചെയ്തു COVID-19 ഇഷ്യൂ കാരണം. അപ്പം ഈ ഒരു സംഭവം പിന്നെ റീഷെഡ്യൂൾ ചെയ്തേക്കുന്നത് 2021 2021 ജൂണിലേക്കാണ് റീഷെഡ്യൂൾ ചെയ്തേക്കുന്നത്. അപ്പം 2021 ഏഷ്യ കപ്പ് ടൂർണമെന്റ് ആണ് ഇനിയിപ്പോ ഇത്. അപ്പൊ ഏത് കൺട്രിയാണ് റീഷെഡ്യൂൾ ചെയ്തതിനു ശേഷം ഇത് ഹോസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്? സോ ഈ ഒരു ഏഷ്യ കപ്പ് ഹോസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ച കൺട്രി എന്ന് പറയുന്നത് ശ്രീലങ്കയാണ്. അപ്പം ജൂൺ 2021 ആണ് ഇപ്പോഴത്തെ റീഷെഡ്യൂൾഡ് എക്സ്പെക്ടഡ് ഡേറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഹോസ്റ്റ് ചെയ്യുന്ന കൺട്രി എന്ന് പറയുന്നത് ശ്രീലങ്കയാണ്. നെക്സ്റ്റ്, അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ലാസ്റ്റ് ഡേയിലെ ഇമ്പോർട്ടന്റ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഇനി നമുക്ക് അതിന് തൊട്ട് മുമ്പുള്ള ദിവസം നമ്മൾ ഓൾറെഡി ഇന്നലെ ചെയ്ത വീഡിയോയിലെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് കൂടി ഒന്ന് ഓടിച്ചു നോക്കാം. ഓക്കെ, അപ്പൊ റീഇമാജിൻ ക്യാമ്പയിൻ, ഈ ഒരു ക്യാമ്പയിൻ ലോഞ്ച് ചെയ്തത് ആരൊക്കെ ചേർന്നാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പം FICCI SCDF കൂടെ ചേർന്ന് മെയിൻലി ഈ ഒരു റീഇമാജിൻ ക്യാമ്പയിൻ ആരാണ് ലോഞ്ച് ചെയ്തത്? സോ നമ്മൾ ഇന്നലെ കണ്ടായിരുന്നു ഈ ഒരു റീഇമാജിൻ ക്യാമ്പയിൻ ലോഞ്ച് ചെയ്തത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ UNICEF ആണ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചിൽഡ്രൻസ് എഡ്യൂക്കേഷൻ ഫണ്ടാണ് ഈ ഒരു സംഭവം ലോഞ്ച് ചെയ്തത്. നെക്സ്റ്റ്, വേൾഡിലെ എത്ര പെർസെന്റേജ് പോപ്പുലേഷൻ ആണ് ഇപ്പം ഹങ്കറിലോട്ട് അല്ലെങ്കിൽ ക്രോണിക് ഹങ്കറിലോട്ട് ഡിസ്പ്ലേസ് ആയത് 2019? അപ്പൊ ആ ഒരു പെർസെന്റേജ് എന്ന് പറയുന്നത് 8.9% ആണ് ആ ഒരു പെർസെന്റേജ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് റീസെന്റ് 1500 crores ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റിന് അലോട്ട് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്റ്റേറ്റിലെ ക്രോപ്പ് ഡൈവേഴ്സിഫിക്കേഷന് വേണ്ടിയും ആ സ്റ്റേറ്റിലെ പോണ്ട് റീജുവിനേഷനും വേണ്ടിയാണ് ഈ ഒരു എമൗണ്ട് അലോട്ട് ചെയ്തത്. അപ്പം ഏത് സ്റ്റേറ്റിന് വേണ്ടിയാണ് ഇത് അലോട്ട് ചെയ്തത്? അപ്പൊ ആ ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഹരിയാനയാണ്. ഹരിയാനയ്ക്ക് വേണ്ടിയാണ് ഈ 1500 crores അലോട്ട് ചെയ്തത്. നെക്സ്റ്റ്, ഓക്കെ, നമ്മളിപ്പം കണ്ട കറണ്ട് അഫയർ ആണ്. മുകേഷ് അംബാനി, ബ്ലൂംബർഗിന്റെ റിപ്പോർട്ട് അനുസരിച്ച് നമ്മുടെ മുകേഷ് അംബാനി എത്രാമത്തെ റാങ്കിലാണ് വേൾഡ് റിച്ചസ്റ്റ് മെൻ കാറ്റഗറിയിൽ? അപ്പൊ അതെന്ന് പറയുന്നത് 6th പൊസിഷനിലാണ്. നമ്മളിപ്പം കണ്ടായിരുന്നു. ഇപ്പം ജൂലൈ 14 വന്ന റിപ്പോർട്ട് അനുസരിച്ച് ഇത് 6th പൊസിഷനിലാണ്. ആൻഡ് ഇപ്പം അത് നമ്മുടെ 5th പൊസിഷനിലാണ്.
നെക്സ്റ്റ്, ഓക്കെ, ഇന്ത്യയിലെ ഏത് IIT ആണ് ഇപ്പൊ UV സാനിറ്റൈസിങ് പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്തത്? ഈ ഒരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്തത് നമ്മുടെ COVID-19 വൈറസിനെ ഡിസ്ഇൻഫെക്ട് ചെയ്യാൻ വേണ്ടിയൊക്കെയാണ് ഈ ഒരു സംഭവം ഡെവലപ്പ് ചെയ്തത്. ഈ ഒരു സംഭവം എന്താണ് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതിന്റെ ഒരു പേര് എന്ന് പറയുന്നത് ശുദ്ധ് എന്നാണ്, ഇതിന്റെ ഒരു പ്രൊഡക്റ്റിന്റെ നെയിം എന്ന് പറയുന്നത്. അപ്പൊ ഏത് IIT ആണ് ഈ ഒരു സംഭവം ഡെവലപ്പ് ചെയ്തത്? അപ്പൊ ആ ഡെവലപ്പ് ചെയ്ത IIT എന്ന് പറയുന്നത് IIT കാൺപൂർ ആണ് ഈ ഒരു സംഭവം ഡെവലപ്പ് ചെയ്തത്. നെക്സ്റ്റ്, അറഡ് ആൻഡ് കാർമൽ അസോൾട്ട് റൈഫിൾസ്, ഇത് ഏത് കൺട്രിയുടെ റൈഫിൾസ് ആണ്? ഇതിപ്പോ നമ്മളുടെ ഇന്ത്യയിൽ PLR സിസ്റ്റംസ് പ്രൈവറ്റ് ലിമിറ്റഡ് മാനുഫാക്ചർ ചെയ്യാൻ തീരുമാനിച്ചു. ആൻഡ് ആ PLR സിസ്റ്റംസ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ വൺ ആൻഡ് ഓൺലി ആദ്യത്തെ പ്രൈവറ്റ് സെക്ടർ ആണ് ഈ ഒരു ആംസ് ആൻഡ് അമ്യൂണിഷൻസ് ഡെവലപ്പ് ചെയ്യാനുള്ള ലൈസൻസ് ഉള്ള കമ്പനി എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു റൈഫിൾസ് ഏത് കൺട്രിയുടെ ആണ്? അതെന്ന് പറയുന്നത് ഇസ്രായേലിന്റെ ആണ് ഈ ഒരു റൈഫിൾസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇഫ് ഇറ്റ് ബ്ലീഡ്സ്, ഈ ഒരു ബുക്ക് ഓഥർ ആരാണ്? അപ്പൊ ഈ ഒരു ബുക്കിന്റെ ഓഥർ എന്ന് പറയുന്നത് സ്റ്റീഫൻ കിങ് ആണ് ഈ ഒരു ബുക്കിന്റെ ഓഥർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഓക്കെ, നമ്മുടെ സുപ്രീം കോടതി റീസെന്റ് ഒരു വെർഡിക്റ്റ് കൊണ്ടുവന്നു. നമ്മുടെ സ്റ്റേറ്റിലുള്ള ഏത് ടെമ്പിളിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് പവേഴ്സ് ആണ് നമ്മുടെ കേരള സ്റ്റേറ്റ് ഗവൺമെന്റിൽ നിന്ന് എടുത്ത് ആ ടെമ്പിളിന്റെ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റിലെ റോയൽ ഫാമിലിക്ക് തന്നെ തിരിച്ചു കൊടുത്തത്. 2011 നമ്മുടെ ഹൈക്കോർട്ട് അല്ലെങ്കിൽ കേരളത്തിലെ ഹൈക്കോർട്ട് ആ പവേഴ്സിനെ റോയൽ ഫാമിലിയിൽ നിന്ന് എടുത്ത് ഗവൺമെന്റിന് കൊടുത്തായിരുന്നു. അപ്പം ആ റോയൽ ഫാമിലി അതിന് അഗേൻസ്റ്റ് ഒരു അപ്പീലിന് പോയായിരുന്നു സുപ്രീം കോർട്ടിൽ. അപ്പം സുപ്രീം കോർട്ടിന്റെ വെർഡിക്റ്റ് ഇപ്പം റീസെന്റ് നമ്മുടെ 2020 വന്നു. അപ്പൊ ആ വിധിയിൽ ആ അഡ്മിനിസ്ട്രേറ്റീവ് പവേഴ്സ് തിരിച്ച് റോയൽ ഫാമിലിക്ക് തന്നെ കൊടുത്തുകൊണ്ട് ആ വെർഡിക്റ്റ് വന്നു. അപ്പം ഏത് ടെമ്പിളുമായിട്ടാണ് അത് റിലേറ്റഡ്? അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഇന്നലെ ഡീറ്റെയിൽ ആയിട്ട് കണ്ടതാണ്, പത്മനാഭസ്വാമി ടെമ്പിളുടെ ആണ് ആ ഒരു വെർഡിക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഇമ്പോർട്ടന്റ് കറന്റ് അഫയേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ലാസ്റ്റ് ഡേയിലെ ഇമ്പോർട്ടന്റ് കറന്റ് അഫയേഴ്സും അതിന്റെ തൊട്ട് മുമ്പുള്ള ദിവസത്തെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസും എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇനി നാളെ ഇപ്പം വീണ്ടും കാണാം ഇന്നത്തെ കറന്റ് അഫയേഴ്സുമായിട്ട്. ഇപ്പം എല്ലാവരും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കാം. താങ്ക് യു.